നമസ്കാരം. KSRന്റെ 23ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ചെയ്യുന്നത്. നേരിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം: എ റെക്കറിംഗ് ഓർ നോൺ റെക്കറിംഗ് പേയ്മെന്റ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഫ്രം ജനറൽ റവന്യൂസ് ഓഫ് ദ സ്റ്റേറ്റ് ആസ് റെമ്യൂണറേഷൻ ഫോർ സ്പെഷ്യൽ വർക്ക്. ഒരു ഉദ്യോഗസ്ഥന് അയാൾ ചെയ്ത സ്പെഷ്യൽ വർക്കിന്റെ പേരിൽ ഒരു റെമ്യൂണറേഷൻ കൊടുക്കുകയാണ്. എവിടെ നിന്ന്? സർക്കാർ റവന്യൂവിൽ നിന്ന്. സർക്കാർ റവന്യൂവിൽ നിന്ന് കൊടുക്കുന്ന ആ റെമ്യൂണറേഷന് നമുക്ക് എന്ത് പറയാമെന്നാണ് ചോദ്യം. ഒരു സംശയമില്ല, സർക്കാർ റവന്യൂവിൽ നിന്ന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഓണറേറിയമാണ്. ഓണറേറിയം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ പെർമനന്റ് ഓഫീസർ കംപ്ലീറ്റഡ് 12 years ഓഫ് സർവീസ്, ദ ഹാഫ് പേ ലീവ് അഡ്മിസിബിൾ ടു ഹിം. 12 വർഷം പൂർത്തിയാക്കിയ ഒരു ഉദ്യോഗസ്ഥന് എത്ര ഹാഫ് പേ ലീവ് ഉണ്ടാവും? നമുക്കറിയാം, ഹാഫ് പേ ലീവ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് 20 എണ്ണമാണ് ഉള്ളത്. 12 വർഷം പൂർത്തിയാക്കിയ ആളിന് 240, 12 ഗുണിക്കണം 20, 240 ഹാഫ് പേ ലീവ് ഉണ്ടായിരിക്കും. എന്നാൽ ഈ ഹാഫ് പേ ലീവ് കണക്ക് കൂട്ടുമ്പോൾ ഭാഗികമായിട്ട് 6 മാസത്തേക്കോ 3 മാസത്തേക്കോ 9 മാസത്തേക്കോ ഒന്നും നമ്മൾ കണക്ക് കൂട്ടുന്നതല്ല. പൂർണ്ണ വർഷങ്ങൾക്ക് മാത്രമേ ഹാഫ് പേ ലീവ് കണക്ക് കൂട്ടാൻ പാടുള്ളൂ എന്നതും നമ്മൾ ഓർമ്മിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ മാക്സിമം ക്വാളിഫയിങ് സർവീസ് അലൗഡ് ഫോർ. നമുക്ക് DCRGക്ക് പരമാവധി എത്ര വരെ സർവീസ് കണക്ക് കൂട്ടും? ഉത്തരം 33 വർഷം വരെയാണ് DCRG. പരമാവധി DCRG കിട്ടുക 33 വർഷം വരെയാണ്. പരമാവധി ഫുൾ പെൻഷൻ കിട്ടാൻ എത്ര വർഷം വേണം? 30 വർഷവും വേണം. ഓക്കെ. അടുത്ത ചോദ്യം: ടെമ്പററി ട്രാൻസ്ഫർ മീൻസ് എ ട്രാൻസ്ഫർ ടു ഡ്യൂട്ടി ഇൻ അനദർ സ്റ്റേഷൻ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ടു ബി ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ്. ഒരു ഉദ്യോഗസ്ഥനെ വേറൊരു സ്ഥലത്തേക്ക് താൽക്കാലിക സ്ഥലം മാറ്റത്തിലൂടെ നിയമിച്ചു. ടെമ്പററി ട്രാൻസ്ഫർ. അങ്ങനെയാണെങ്കിൽ ആ ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പരമാവധി എത്ര മാസത്തിൽ കൂടാൻ പാടില്ല എന്ന ചോദ്യം. അത് 2 മാസത്തിൽ കൂടാൻ പാടില്ല. അപ്പോൾ ഒരു ടെമ്പററി ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, അത് മാക്സിമം 2 months ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എ ട്രാൻസ്ഫർ ടു ഫോറിൻ സർവീസ് റിക്വയർസ് ദ സാങ്ഷൻ ഓഫ് ദി. അതായത് ഒരു ഫോറിൻ സർവീസിലേക്ക്, ഒരു അന്യത്ര സേവനത്തിലേക്ക് ഡെപ്യൂട്ടേഷൻ പോകണമെങ്കിൽ അതിന് ആരുടെ അനുമതിയാണ് വേണ്ടത്? അത് ഗവൺമെന്റിന്റെ അനുമതിയാണ് വേണ്ടത്. അനുമതി തരേണ്ടത് ഗവൺമെന്റ് ആണ്. അടുത്ത ചോദ്യം: റൂൾസ് റിഗാർഡിംഗ് കാഷ്വൽ ലീവ് ടു ഓഫീസേഴ്സ് ആർ ഗിവൺ ഇൻ. കാഷ്വൽ ലീവ് സംബന്ധമായിട്ടുള്ള റൂൾസ് എവിടെയാണ് ഉള്ളത്? അത് അപ്പൻഡിക്സ് 7-ലാണ്. അപ്പൻഡിക്സ് 7. അടുത്ത ചോദ്യം: സർവീസ് ഇൻ വിച്ച് ആൻ ഓഫീസർ റിസീവ്സ് ഹിസ് പേ വിത്ത് സാങ്ഷൻ ഓഫ് ഗവൺമെന്റ് ഫ്രം എനി സോഴ്സ് അതർ ദാൻ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് കേരള ഓർ ഓഫ് എ സ്റ്റേറ്റ്. സർവീസ് ഇൻ വിച്ച് ആൻ ഓഫീസർ റിസീവ്സ് ഹിസ് പേ വിത്ത് സാങ്ഷൻ ഓഫ് ഗവൺമെന്റ് ഫ്രം എനി സോഴ്സ് അതർ ദാൻ, അതായത് ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ലാതെ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി പോകുന്ന ഒരു ഉദ്യോഗസ്ഥന് ശമ്പളം കിട്ടും. അത്തരത്തിലുള്ള സർവീസിന് പറയുന്ന പേരാണ് എന്ത്? ഫോറിൻ സർവീസ് എന്ന് പറയും. ഗവൺമെന്റിന്റെ എന്താ പറയണ്ടേ, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ല ശമ്പളം കൊടുക്കുക അവിടെ. അത് എന്നാൽ ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടിയിട്ടായിരിക്കും പോകുന്നത്. ഗവൺമെന്റ് നിയന്ത്രണമുള്ള സ്ഥാപനമായിരിക്കും. ഗവൺമെന്റ് നിയന്ത്രണമുള്ള ഒരു സ്ഥാപനം, എന്നാൽ ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ല അവിടെ ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേരെന്താണ്? അത് ഫോറിൻ സർവീസ് എന്നാണ് പറയുക. അടുത്ത ചോദ്യം: വൺ ഡേ കാഷ്വൽ ലീവ് വിൽ ബി ഫോർഫിറ്റഡ് ഫോർ ഡാഷ് ഡേറ്റ് ഓഫ് ലേറ്റ് അറ്റൻഡൻസ് വിത്തൗട്ട് പെർമിഷൻ. അനുവാദമില്ലാതെ 3 ദിവസം ലീവ്, എത്ര ദിവസം ലീവ് എടുത്താലാണ് ഒരു കാഷ്വൽ ലീവ് നഷ്ടപ്പെടുക? നമുക്കറിയാം, ഒരു ലേറ്റ് കമ്മിങ്, 3 ലേറ്റ് കമ്മിങ്ങിനാണ് നമ്മൾ ഒരു കാഷ്വൽ ലീവ് കണക്കാക്കുക. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ 3 ദിവസം ലേറ്റ് ആയിട്ട്, ഒരു കലണ്ടർ ഇയറിൽ 3 ദിവസം ലേറ്റ് ആയിട്ട് വന്നാൽ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു കാഷ്വൽ ലീവ് കുറയ്ക്കപ്പെടും. ഓക്കെ. അടുത്ത ചോദ്യം:
In the case of officiating officers, commuted leave is admissible on completion of. Commuted leave is admissible on completion of. അതൊരു ചോദ്യമാണ്. സാധാരണ എല്ലാവരും പറയും പ്രൊബേഷൻ കഴിഞ്ഞാലേ കമ്മ്യൂട്ടഡ് ലീവ് എടുക്കാവൂ. റൂൾ അങ്ങനെയല്ല. കമ്മ്യൂട്ടഡ് ലീവ് എടുക്കണമെങ്കിൽ 3 വർഷം കംപ്ലീറ്റ് സർവീസ് പൂർണ്ണമായിരിക്കണം. അപ്പോൾ 3 വർഷം പൂർത്തിയാക്കിയവർക്ക് മാത്രമേ കമ്മ്യൂട്ടഡ് ലീവ് എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഹാഫ് പേ ലീവ് കമ്മ്യൂട്ടഡ് ലീവ് ആയിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ 3 വർഷം സർവീസ് ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, ലീവ് ഫോർ സുറോഗസി ഈസ് സാങ്ഷൻ ടു ജനറ്റിക് മദേഴ്സ് ഫോർ എ പീരീഡ് ഓഫ്. സുറോഗസി എന്ന് പറയുന്നത് വാടക ഗർഭധാരണമാണ്. അത്തരത്തില് ജനറ്റിക് മദേഴ്സ് ആയിട്ടുള്ളവർക്ക് വാടക ഗർഭധാരണം നടത്തുന്നതിന് അതിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ലീവ് എത്രയാണ്? അത് സാധാരണ മെറ്റേണിറ്റി ലീവ് തന്നെയാണ് അവർക്കും അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് 180 days ആണ്. അടുത്ത ചോദ്യം, ദ മാക്സിമം പീരീഡ് ഓഫ് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് അനുവദിക്കുന്നത് ഗവൺമെന്റാണ്. ഇതെന്താണ്? സർവീസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയിലിരിക്കെ ജോലി സ്ഥലത്ത് നിന്നുണ്ടാകുന്ന അത്യാഹിതങ്ങൾക്ക് നൽകുന്ന ലീവാണ് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. ആ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് സാങ്ഷൻ ആക്കുന്നത് ഗവൺമെന്റാണ്. അത് മാക്സിമം എത്ര കാലം വരെ കിട്ടുമെന്നാ ചോദ്യം. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് 24 മാസം വരെയാണ് പരമാവധി ലഭിക്കുക. അടുത്ത ചോദ്യം, മെറ്റേണിറ്റി ലീവ് ഓൺ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോർ ഡാഷ് വീക്സ് ഈസ് അഡ്മിസിബിൾ ഫോർ മിസ്കാരേജ് ആൻഡ് അബോർഷൻ. അബോർഷൻ ലീവ് മിസ്കാരേജ് ലീവ് ആയിട്ട് എത്ര ദിവസമാണ് നമുക്ക് ലഭിക്കുന്നത്? മിസ്കാരേജ് ലീവ് എന്ന് പറയുന്നത് അല്ല, അതിനാണ് നമ്മൾ അബോർഷൻ ലീവ് എന്ന് പറയുന്നത്. അത് 6 ആഴ്ചയാണ്. 6-7 42 ദിവസം പരമാവധി. ഓക്കെ, നെക്സ്റ്റ്, ദ ഏൺ ലീവ് അറ്റ് ദ ക്രെഡിറ്റ് ഓഫ് ആൻ എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ക്യാൻ ബി സറണ്ടേർഡ് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ്. ഒരു ഉദ്യോഗസ്ഥന്റെ ഏൺ ലീവ് അക്കൗണ്ടിൽ ഉള്ള എത്ര ലീവ് വരെ ടെർമിനൽ സറണ്ടറായി റിട്ടയർമെന്റിന് ശേഷം നമുക്ക് വാങ്ങാം? 300 ലീവ് വരെ. 300 ഏൺ ലീവ് വരെ നമുക്ക് വിറ്റ് പണമാക്കാം, അല്ലെങ്കിൽ സറണ്ടർ ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാം. എപ്പോൾ? ആഫ്റ്റർ റിട്ടയർമെന്റ്. ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം നമ്മൾ ഏൺ ലീവ് സറണ്ടർ ചെയ്യുന്നതിനാണ് ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. അതിന് മറ്റ് നിയന്ത്രണങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, വാങ്ങാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം പീരീഡ് ഫോർ വിച്ച് സ്പെഷ്യൽ അലവൻസ് ക്യാൻ ബി ഗ്രാൻഡഡ് ആൻ ഓഫീസർ ഫോർ ഹോൾഡിംഗ് ഫുൾ അഡീഷണൽ ചാർജ് ഓഫ് അനദർ പോസ്റ്റ്. നമുക്കറിയാം ചാർജ് അലവൻസ് കിട്ടാറുണ്ട്. ഫുൾ അഡീഷണൽ പോസ്റ്റ് ഓഫ് വേറൊരു തസ്തികയുടെ ഫുൾ അഡീഷണൽ പോസ്റ്റ് കൂടി നമ്മൾ വഹിച്ചാൽ അത് എത്ര കാലത്തേക്ക് നമുക്ക് ചാർജ് അലവൻസ് കിട്ടും? അത് പരമാവധി അറ്റ സ്ട്രെച്ചിൽ 3 മാസത്തേക്കാണ്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വേറൊരു ഉദ്യോഗസ്ഥൻ ഇല്ലാത്തത് മൂലം ആ ഉദ്യോഗസ്ഥന്റെ ചാർജ് കൂടി നമ്മൾ വഹിക്കേണ്ടി വന്നു. വഹിച്ചത് ആകെ 5 മാസമാണെന്ന് വെച്ചു. ആകെ ചാർജ് വഹിച്ചത് 5 മാസം. എന്നാലും അയാൾക്ക് 3 മാസത്തേക്കുള്ള ചാർജ് അലവൻസ് മാത്രമേ പരമാവധി ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം ഡേയ്സ് ഓഫ് ലീവ് നോട്ട് ഡ്യൂ ദാറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ഡ്യൂറിംഗ് ഹിസ് എൻറ്റയർ സർവീസ്. ഒരു സ്ഥിര ഉദ്യോഗസ്ഥന് അയാളുടെ സർവീസ് കാലം മൊത്തത്തിൽ എടുക്കുമ്പോൾ, സർവീസ് കാലം എൻറ്റയർ സർവീസ് ടോട്ടലായിട്ട് എടുക്കുമ്പോൾ പരമാവധി എത്ര ലീവ് നോട്ട് ഡ്യൂ വരെ കൊടുക്കാം? അത് 360 വരെയാണ്. ലീവ് നോട്ട് ഡ്യൂ ആണ് കേട്ടോ. അതൊരു പെർമനന്റ് ജീവനക്കാരന് കിട്ടുന്നതാണ് ലീവ് നോട്ട് ഡ്യൂ. അത് ഒരു സർവീസ് കാലം മുഴുവനായിട്ട് കണക്കൂട്ടിയാൽ പരമാവധി 360 വരെയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക. അടുത്ത ചോദ്യം, പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം എ സോഴ്സ് അതർ ദാൻ ജനറൽ റവന്യൂ ഈസ് കോൾഡ്. സർക്കാരിന്റെ ജനറൽ റവന്യൂവിൽ അല്ലാത്ത സോഴ്സിൽ നിന്ന് ഒരു പേയ്മെന്റ് നടത്തിയാൽ അതിന് പറയുന്ന പേരാണ് എന്താണ്? അതിന് പറയുന്ന പേരാണ് ഫീ എന്നാണ് അതിന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ പെൻഷൻ സിസ്റ്റം ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം. അതായത് NPS എന്ന് മുതലാണ് വന്നതെന്ന് 1/4/2013 മുതലാണ്. അടുത്ത ചോദ്യം, വിച്ച് ലീവ് കനോട്ട് ബി ഓർഡിനറിലി കമ്മ്യൂട്ടഡ് റെട്രോസ്പെക്റ്റീവ്ലി ഇൻറ്റു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലീവ്. ഏത് തരം? നമുക്കറിയാം നമ്മൾ എടുക്കുന്ന ലീവുകൾ അത് നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് മറ്റേതെങ്കിലും ലീവുകളായിട്ട് മാറ്റാം.
ഇപ്പൊ നമ്മൾ HPL എടുത്തു, അത് കമ്പ്യൂട്ടറാക്കി നമുക്ക് മാറ്റാം. അത്തരത്തിൽ ഏത് ലീവാണ് അത്തരത്തിൽ മാറ്റാൻ പാടില്ലാത്തത്? ഏത് ലീവ് എടുത്താലാണ് വേറൊരു ലീവാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പാടില്ലാത്തത്? അത് ഏൺ ലീവാണ്. ഏൺ ലീവ് മറ്റൊരു ലീവായിട്ട് മുൻകാല റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിലോടുകൂടി മറ്റൊരു കൈൻഡ് ഓഫ് ലീവായിട്ട് മാറ്റാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് കനോട്ട് ബി കമ്പൈൻഡ് വിത്ത്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ഏതുമായി കൂട്ടിച്ചേർത്തെടുക്കാൻ പാടില്ല? കാഷ്വൽ ലീവുമായിട്ട് കൂട്ടിച്ചേർത്തെടുക്കാൻ പാടില്ല. നമുക്കറിയാം, കാഷ്വൽ ലീവിനെ തുടർന്ന് സാധാരണഗതിയിൽ ഒരു ലീവും നമ്മൾ അനുവദിക്കാറില്ല. അടുത്ത ചോദ്യം. മെറ്റേണിറ്റി ലീവ് മേ ബി ഗ്രാൻഡഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് എത്ര ദിവസമാണ് മെറ്റേണിറ്റി ലീവ്? 180 days ആണ്, എല്ലാവർക്കും അറിയാം. ആനുവൽ വെരിഫിക്കേഷൻ ഓഫ് സർവീസ് ബുക്ക് ഷാൽ ബി മെയ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ഓഫീസ് എവരി ഇയർ ഇൻ ദ മന്ത് ഓഫ്. എല്ലാ വർഷവും ഹെഡ് ഓഫ് ഓഫീസ് അവിടുത്തെ സ്റ്റാഫിന്റെ സർവീസ് ബുക്ക് വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം, എന്നിട്ട് ഒപ്പിടണം. സർവീസ് വെരിഫൈഡ് വിത്ത് റെഫറൻസ് ടു അക്യൂട്ടൻസ് അറ്റൻഡൻസ് രജിസ്റ്റർ ആൻഡ് റെലവൻറ്റ് റെക്കോർഡ്സ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് ഒപ്പിടേണ്ടത്. അത് ഏത് മാസമാണ് ചെയ്യേണ്ടത്? ഏപ്രിൽ മാസത്തിലാണ്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലാണ് സർവീസ് വെരിഫിക്കേഷൻ നടത്തേണ്ടത്. ഹയർ റേറ്റ് ഓഫ് ഫാമിലി പെൻഷൻ ഈസ് അലൗഡ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ്. ഫാമിലി പെൻഷൻ ഹയർ റേറ്റ് എന്ന് പറഞ്ഞാൽ 50% ആണ് കേട്ടോ, ഹയർ റേറ്റ്. നോർമൽ ഫാമിലി പെൻഷൻ എത്രയാ? 30%. ലാസ്റ്റ് ബേസിക് പേയുടെ 30%മാണ് സാധാരണ പെൻഷൻ എന്ന് പറയും, സാധാരണ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഫാമിലി പെൻഷൻ ഹയർ റേറ്റിൽ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ അത് 50% വരെ കിട്ടും. അത് പരമാവധി എത്ര വർഷത്തേക്കാണെന്നാണ് ചോദ്യം. പരമാവധി 7 വർഷത്തേക്കാണ്. ആഫ്റ്റർ റിട്ടയർമെന്റ് ആണെങ്കിൽ 7 വർഷം, അല്ലെങ്കിൽ 63 വയസ്സ് വരെ. അടുത്ത ചോദ്യം. ദ ക്വാളിഫയിങ് സർവീസ് ഫോർ ഫുൾ പെൻഷൻ 30 വർഷം. ഫുൾ പെൻഷൻ എത്ര വർഷം വേണം സർവീസിന്? 30 വർഷം. ഓക്കെ. അടുത്ത ചോദ്യം. ദ ഗവൺമെന്റ് സർവന്റ് ഫ്രം 1/1/1963 ഹി വിൽ ബി റിട്ടയർ ഫ്രം സർവീസ്. 1/1/1963 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരാൾ എന്ന് റിട്ടയർ ചെയ്യും. റിട്ടയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 56 വയസ്സ് കൂട്ടേണ്ടത് നമ്മൾ. 1-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ അയാൾ തലേ ദിവസം റിട്ടയർ ചെയ്യും. ഇവിടെ ജനുവരി 1 റിട്ടയർ ഡേറ്റ് ഓഫ് ബർത്ത്, അതുകൊണ്ട് അയാൾ ഡിസംബർ തലേ ദിവസമായ ഡിസംബർ 31-ാം തീയതി റിട്ടയർ ചെയ്യും. 31/12/2018. 1/1/1963 ഡേറ്റ് ഓഫ് ബർത്ത് വന്ന ഒരു ഉദ്യോഗസ്ഥൻ 31/12/2018 റിട്ടയർ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗവൺമെന്റ് സർവന്റ് റിട്ടയർഡ് ഓൺ 31/1/2019 ഹി ഈസ് എലിജിബിൾ ടു ഗെറ്റ് ദ ഫസ്റ്റ് പെൻഷൻ ഓൺ. ഒരു ഉദ്യോഗസ്ഥൻ 31/1/2019 റിട്ടയർ ചെയ്തു, അതായത് ജനുവരി 31-ാം തീയതി റിട്ടയർ ചെയ്തു. അയാൾക്ക് ഫസ്റ്റ് പെൻഷൻ അയാൾക്ക് എന്ന് കിട്ടുമെന്നാണ്? തൊട്ടടുത്ത ദിവസം കിട്ടും. 1/2/2019 കിട്ടും. അതായത് പെൻഷൻ മുൻകൂട്ടിയാണ് പെൻഷൻ കൊടുക്കുന്നത്, കഴിഞ്ഞിട്ടല്ല. ശമ്പളം ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ജനുവരിയിലെ ശമ്പളം ഫെബ്രുവരിയിലാണ് കൊടുക്കുക. എന്നാൽ ഫെബ്രുവരിയിലെ പെൻഷൻ കൊടുക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. എല്ലാ മാസത്തെയും പെൻഷൻ കൊടുക്കുന്നത് അതാത് മാസത്തിന്റെ 1-ാം തീയതിയാണെന്ന് നമ്മൾ ഓർമ്മിച്ചു വെക്കുക. ഓക്കെ. അടുത്ത ചോദ്യം. ദ മാക്സിമം ഡേയ്സ് ഓഫ് ജോയിനിങ് ടൈം അലൗബിൾ. പരമാവധി ജോയിനിങ് ടൈം എത്ര വരെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്? ഇപ്പൊ സംസ്ഥാനത്തിന് പുറത്തേക്കൊക്കെ ഉള്ള കാര്യവും കൂടി ഈ ചോദ്യം വരുമ്പോൾ നമുക്ക് കണക്കാക്കണം. നമ്മൾ 6 ദിവസം പ്രിപ്പറേഷനും 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ജേർണി ടൈമും മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തേക്കൊക്കെ ആണെങ്കിൽ എത്ര കാലം? അത് 30 ദിവസം വരെ ജോയിൻ ടൈം അനുവദിക്കും. മാക്സിമം അനുവദിക്കുന്ന ജോയിനിങ് ടൈം എന്ന് പറയുന്നത് 30 ദിവസമാണ്. അടുത്ത ചോദ്യം. ദ മിനിമം ക്വാളിഫയിങ് സർവീസ് റിക്വയർഡ് ഫോർ പെൻഷൻ. മിനിമം പെൻഷൻ കിട്ടാൻ എത്ര വർഷം സർവീസ് മിനിമം ഉണ്ടായിരിക്കണം? 10 വർഷം ഉണ്ടായിരിക്കണം. മിനിമം 10 വർഷം സർവീസ് ഉള്ളവർക്കാണ് മിനിമം പെൻഷൻ കിട്ടുക. അടുത്ത ചോദ്യം. ദ മാക്സിമം ഡേയ്സ് ഓഫ് ആബ്സെൻസ് അലൗഡ് ഓൺ കാഷ്വൽ ലീവ് ഇൻക്ലൂഡിംഗ് ഹോളിഡേയ്സ്. അതായത് അവധി ദിവസവും കാഷ്വൽ ലീവും കൂടി കൂട്ടിയിട്ട് പരമാവധി എത്ര ദിവസം വരെ ആകാവൂ? 15 ദിവസം വരെ ആവും. എല്ലാവർക്കും അറിയുന്ന ഒരു റൂളാണത്. കാഷ്വൽ ലീവ് പ്ലസ് ഹോളിഡേയ്സ് മാക്സിമം 15. 16-ാമത്തെ ദിവസം ആള് ജോയിൻ ചെയ്തിട്ടുണ്ടാവണം. ഇത് ഡൽഹിയിലാണെങ്കിൽ 20 വരെ അനുവദിക്കും. 20 ദിവസം വരെ കാഷ്വൽ ലീവ് പ്ലസ് ഹോളിഡേയ്സ് 20 ദിവസം വരെ ഡൽഹിയിലാണ് അനുവദിക്കും. കേരളത്തിൽ അത് 15 ദിവസമാണ്, ഓർമ്മിക്കുക. അതുകൊണ്ടാണ് ഹോളിഡേ ഒക്കെ തുടർന്നിട്ട് ഇപ്പൊ പിന്നെ ക്രിസ്മസ് വെക്കേഷൻ, ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്
പിന്നെ ഒരു 10 ദിവസം കാഷ്വൽ ലീവ് കൂടി എടുക്കാൻ, അല്ലെങ്കിൽ 8 ദിവസം കാഷ്വൽ ലീവ് എടുക്കാൻ കഴിയില്ല. കാരണം അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 15 ദിവസം കടന്നു പോകും. A radiation workers will be allowed dash days of special casual leave. റേഡിയേഷൻ വർക്കേഴ്സ്, അപ്പൊ റേഡിയേഷൻ റൂമിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അവർ ഒരുപാട് റിസ്ക് എടുക്കുന്ന ഉദ്യോഗസ്ഥരായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത്തരം റേഡിയേഷൻ വർക്ക് എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത് പരമാവധി എത്ര ദിവസമാണെന്നാണ് ചോദ്യം. അത് 30 ദിവസമാണ് പരമാവധി കിട്ടുക. അടുത്ത ചോദ്യം, the personal effects of allowable to a grade 1 officer for his transfer journey. ഒരു സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഗ്രേഡ് 1 ഓഫീസർക്ക് എത്ര വരെ ലഗേജ് തൂക്കം കൊണ്ടുപോകാം? അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 3000 കിലോ ആണ്. ഗ്രേഡ് 1 ഓഫീസർക്ക് 3000 കിലോ വരെ ഭാരം ലഗേജ് ട്രാൻസ്ഫർ ആകുമ്പോൾ കൊണ്ടുപോകാം, കൂടെ കൊണ്ടുപോകാം. അടുത്ത ചോദ്യം, റിട്ടയറിംഗ് പെൻഷനെ പറ്റി പറയുന്ന KSRലെ റൂൾ ഏതാണ്? റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറി റിട്ടയർമെന്റ് ആണ്. ആ വോളണ്ടറി റിട്ടയർമെന്റിന് പറയുന്ന മറ്റൊരു പേരാണ് റിട്ടയറിംഗ് പെൻഷൻ. അതിനെപ്പറ്റി പറയുന്ന റൂൾ 56 പാർട്ട് 1 പാർട്ട് 3 KSR. റൂൾ 56 അത് പെൻഷൻ സെക്ഷനിലാണ് വരുന്നത്, അതുകൊണ്ടാണ് പാർട്ട് 3 വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ റിട്ടയർമെന്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ഹി അറ്റൈൻസ് 56 ഇയേഴ്സ് ഓഫ് ഏജ് ഈസ് കോൾഡ്. 56 വയസ്സ് പൂർണ്ണമായതിനു ശേഷം റിട്ടയർമെന്റ് ആവുന്ന അതിന് പറയുന്ന പേരെന്താണ്? അതിനാണ് നമ്മൾ സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ മിനിമം സർവീസ് റിക്വയർഡ് ഫോർ പെൻഷൻ ടു എ ഹാൻഡിക്യാപ്ഡ് എംപ്ലോയി. അതായത് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വികലാംഗരായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് മിനിമം പെൻഷൻ കിട്ടാൻ എത്ര വർഷം സർവീസ് വേണം? ആ സർവീസ് 3 വർഷം മതി. അത് 2 വർഷം ചില്ലറ ഉണ്ടെങ്കിൽ തന്നെ അത് റൗണ്ട് ചെയ്ത് 3 വർഷമാക്കും. സ്പെഷ്യൽ റൗണ്ടിങ് ഉള്ള ഒരു കാറ്റഗറിയാണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ക്ലാസ് ക്യാൻ എ ഗ്രേഡ് 2A ഓഫീസർ ട്രാവൽ ബൈ ട്രെയിൻ ഓൺ ഒഫീഷ്യൽ ടൂർ? ഓഫീസ് സംബന്ധമായ കാര്യത്തിന് ഒരു ഗ്രേഡ് 2A ഓഫീസർ പോയാൽ അയാൾക്ക് ഏത് ക്ലാസ്സിൽ യാത്ര ചെയ്യാം? ശ്രദ്ധിക്കുക, ഗ്രേഡ് 1 ഓഫീസർ എപ്പോഴും സെക്കൻഡ് AC-യിലാണ് യാത്ര ചെയ്യുക. ഗ്രേഡ് 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് ഗ്രേഡ് 2Aക്ക്. 2A ഒന്നുകിൽ ക്ലാസ് 1 ആണ്, ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും ഫസ്റ്റ് ക്ലാസ് ആ വണ്ടിയിൽ ഇല്ലെങ്കിൽ അയാൾക്ക് തൊട്ട് മേലെയുള്ള സെക്കൻഡ് AC-യിൽ യാത്ര ചെയ്യാം. അടുത്ത ചോദ്യം, റെസിഡ്യൂറി ഗ്രാറ്റുവിറ്റി ഈസ് കാൽക്കുലേറ്റഡ് വെൻ ദ എംപ്ലോയീസ് ഡെത്ത് ഒക്കേഴ്സ്. അതായത് പെൻഷൻ ആനുകൂല്യം അങ്ങനെ മരണപ്പെട്ട് കഴിയുമ്പോൾ പെൻഷൻ ആനുകൂല്യം അവസാനത്തെ 12 മടങ്ങിൽ ലാസ്റ്റ് സാലറിയുടെ എമോലുമെന്റ്സിന്റെ 12 മടങ്ങിൽ കുറവാണെങ്കിൽ കൊടുക്കുന്ന ഗ്രാറ്റുവിറ്റിയാണ് റെസിഡ്യൂറി ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് കൊടുക്കുന്നതെന്നാണ്. അത് ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമാണ് അത് നമ്മൾ ചെയ്യുന്നത്. റൂൾ 65 ഓഫ് KSR പാർട്ട് 2 ഡീൽസ് വിത്ത്. പാർട്ട് 2 എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് മനസ്സിലായി TE ആണെന്ന്, ട്രാവലിംഗ് അലവൻസ് ആണ്. അപ്പോൾ റൂൾ 65 ട്രാവലിംഗ് അലവൻസിൽ ഏതാ? ട്രാൻസ്ഫർ TE പറ്റി പറയുന്ന റൂളാണ് റൂൾ 65. നെക്സ്റ്റ് റൂൾ 123 ഫോർ പാർട്ട് 3 KSR. റൂൾ 123 എന്തിനെ പറ്റി പറയുന്നു എന്നാണ് ചോദ്യം. ഫാമിലി പെൻഷനെ പറ്റിയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റൂൾ ഇൻ KSR ഫോർ കമ്പാഷനേറ്റ് അലവൻസ്? കമ്പാഷനേറ്റ് അലവൻസിനെ പറ്റി പറയുന്ന റൂൾ ഏതാ? റൂൾ 5A പാർട്ട് 3. പാർട്ട് 3-ലെ 5A. അപ്പോൾ ഇവിടെ 2-3 റൂള് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, 3-4. അതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇൻഡെക്സ് നോക്കി കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എന്തായാലും നമുക്കൊരു 5-6 ചോദ്യോത്തരങ്ങൾ അങ്ങനെ തന്നെ കിട്ടും. പുസ്തകത്തിലെ ഇൻഡെക്സ് നോക്കി ഇപ്പോൾ ഫാമിലി പാർട്ട് 3 കണ്ടാൽ അപ്പോൾ ഫാമിലി പെൻഷൻ നോക്കാം, പാർട്ട് 2 കണ്ടാൽ നമുക്ക് ട്രാവലിംഗ് അലവൻസ് നോക്കാം. അങ്ങനെ ആ രീതിയിൽ വളരെ പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം,
ദ പെറ്റേണിറ്റി ലീവ് ഈസ് അഡ്മിസിബിൾ ഫോർ, എത്ര ദിവസത്തേക്കാ പെറ്റേണിറ്റി ലീവ് കൊടുക്കുക ഭർത്താവിന്? 10 ദിവസം. ആൻസർ 10 ദിവസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെൻഷൻ അഡ്മിസിബിൾ ഇൻ കേസ് വെർ ആൻ എംപ്ലോയി ഈസ് റിട്ടയർഡ് ബിക്കോസ് ഓഫ് സഫറിംഗ് ഫ്രം എ contagious disease, physical or mentally disability or infirmity, which infers the efficient discharge of his duties is called. അപ്പോൾ അത്തരത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും വയ്യാതാകുന്നത് മൂലം ഒരാൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന പെൻഷൻ പറയുന്ന പേരെന്താണ്? അതാണ് ഇൻവാലിഡ് പെൻഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ദ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് എ ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ഈസ് 1/6/1963. ഇസ് ഡേറ്റ് ഓഫ് സൂപ്പർ ആനുവേഷൻ വിൽ ബി 1/6/63 ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള ഒരു ഉദ്യോഗസ്ഥന്റെ സൂപ്പർ ആനുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് തൊട്ട് തലേന്നാണ്. 1-ാം തീയതി വന്നാൽ 31/5/2019 ആണ്. 31/5/2019. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ക്വസ്റ്റ്യൻ വേഗത്തിലാണോ പറഞ്ഞു പോകുന്നതെന്നൊരു സംശയമുണ്ട്. എന്നാലും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എവിടെ എത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു കമൻറ്റിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടാൽ മതി. കൂടുതൽ വിശദീകരണം നൽകുന്നതായിരിക്കും. ഈ പിന്നെ എപ്പിസോഡ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.